തന്റേത് മാത്രമാക്കി വിജയം കൊയ്യാമെന്നുള്ള റോസിന്റെ മോഹങ്ങൾ അതിനടിവര വീണു എന്നർത്ഥം. വീഴിച്ചു ആ ഉണ്ണിമായ. അറിഞ്ഞില്ലേ സ്വാമിയാർ മഠത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വർത്തമാനം? നാട്ടുകാരും അറിയേ, ലോകം അറിയിച്ച് ആചാരങ്ങളും ആർഭാടങ്ങളും ഒക്കെയായി നിയമപ്രകാരം നിരഞ്ജൻ ഉണ്ണിമായയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു. ഫ്യൂച്ചർ മ്യൂസിക്കിന്റെ പണത്തിൽ റോസ്മേരിയുടെ സ്വന്തം റിസ്കിൽ യൂറോപ്യൻ ട്രിപ്പിനൊപ്പം രണ്ടാം മധുവിധം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിരഞ്ജനും ഉണ്ണിമായും. ഒരിക്കലും നടക്കില്ല അത്. റോസ്, അങ്ങ് കേരളത്തിൽ നിന്ന് കാർ ഓടിച്ച് ഈ മഹാദേവൻ ഇവിടെ ചെന്നൈ വരെ വന്നതേ പിച്ചുമ്മയും പറയാനൊന്നുമല്ല. സ്വാമിയാർ മഠം വലിയൊരു ആഘോഷത്തിനൊരുങ്ങ. കൈവിട്ടുപോയി എന്ന് കരുതിയ മകനെ തിരിച്ചുപിടിച്ച് പാരമ്പര്യം നിലനിർത്താൻ സ്വന്തം ജീവിതം തന്നെ സ്വാമിയാർ മഠത്തിന് ബലി കൊടുക്കാൻ തയ്യാറായ ഉണ്ണിമായയുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. അതോടെ അവസാനിക്കും റോസിന്റെ സർവ്വപ്രതാപവും. നിരഞ്ജനമേലെ അധികാരത്തിന്റെ കസേര വലിച്ചിട്ടെന്ന് ആജ്ഞാപിക്കുമ്പോ ഇപ്പൊ റോസ് വിളിച്ചു പറഞ്ഞില്ലേ നോ എന്ന് പറഞ്ഞ് ആട്ടി അകറ്റി നിർത്താൻ ഇനി ഉണ്ണിമായ ഉണ്ടാവും നിരഞ്ജനൊപ്പം. മഹാദേവൻ പ്ലീസ് സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് മഹാദേവൻ. എന്തിന് റോസ്? റോസിനെ പറഞ്ഞ് വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഞാനിപ്പോ വന്നത്. ഇത് റോസിന്റെ മാത്രം തോൽവിയല്ല, എന്റെ കൂടെ പരാജയ. റോസിനെ വിശ്വസിച്ച് വിജയം ഉറപ്പിച്ച് സന്തോഷിച്ചതിന്റെ പേരിൽ എനിക്ക് പറ്റിയ പരാജയം. ലോകം മുഴുവൻ അറിയിച്ച് നിരഞ്ജൻ ഉണ്ണിമായുടെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ ഈ മഹാദേവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെ, അങ്ങനെ സംഭവിച്ച മഹാദേവനേക്കാൾ നാണക്കേട് റോസിനായി. നിരഞ്ജന്റെ ഭാവി വധുവെന്ന് മാധ്യമങ്ങളെ കൊണ്ട് മുഴുവൻ പാടിപ്പിച്ചിട്ട് അവന്റെ ഉണ്ണിമായുടെ കല്യാണത്തിന് പപ്പടം വിളമ്പാനുള്ള ഗതികേടുണ്ടായാലേ പിന്നെ റോസ് ജീവിച്ചിരിക്കുന്നതിൽ മാത്രമല്ല മരിച്ചിട്ടും കാര്യമില്ല. മരണാനന്തര ബഹുമതിയായിട്ട് അപമാനം മാത്രമായിരിക്കും ജനം റോസ്മേരിക്ക് മുകളിൽ കെട്ടിവെച്ചിരുന്നത്. മാഡം ഇങ്ങനെ വയലന്റ് ആയിട്ട് ഒരു കാര്യമില്ല. നിരഞ്ജൻ സാറുമായി ആലോചിക്കാതെ കയറി വിവാഹ തീയതി നിശ്ചയിക്കാൻ തുടങ്ങിയ ഉണ്ടാകാൻ പോകുന്ന വരും വരായികളെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതല്ലേ. നീ എന്തെങ്കിലും ഒന്ന് സൂചിപ്പിച്ച ഉടൻ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒന്നും നടക്കില്ല എന്ന് വിശ്വസിച്ച് എല്ലാം മടക്കി വെച്ച് അവസാനിപ്പിക്കണമായിരുന്നോ? അതോ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് നിരഞ്ജന്റെ കാൽക്കൽ കെട്ടി വീണ് ദയയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കണമായിരുന്നോ? പണ്ട് നിരഞ്ജൻ സാർ ഇതുപോലെ ഒരു പിന്മാറ്റം നടത്തിയതാ. രജിസ്ട്രേഷൻ നിമിഷം വരെ കാത്തിരുന്നിട്ട് എല്ലാം മുടങ്ങിയത്. ഇതിപ്പോ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നു എന്നറിഞ്ഞ നിമിഷം അവിടെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? കൊട്ടും കുരുവയും പന്തലുമായി നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഉണ്ണിമായെയും അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെയും ചേർത്ത് താലി കെട്ടുമോ? നടക്കില്ല യമുന, നടക്കില്ല. അങ്ങനെ ഒരു സൗഭാഗ്യം നിരഞ്ജന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ റോസ് മരിക്കണം. അതുണ്ടാകില്ല. ജീവിക്കാനും ജയിക്കാനും വേണ്ടി തന്നെയാണ് ഈ റോസ് ജീവിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. മാഡം, എടുത്തു ചാടി ഇനി ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം ഞാൻ? പറയാ, ചെന്ന് നിന്ന് അനുഗ്രഹിച്ച് നടത്തി കൊടുക്കണോ അവരുടെ വിവാഹം? നിരഞ്ജൻ എന്ന ഗായകനെ കണ്ടെത്തി വളർത്തി
ഇന്നീ കാണുന്ന ഹൈറ്റ്സിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. മാഡം എന്താ ചെയ്യാൻ പോകുന്നത്? വിളിക്കട്ടെ ഞാൻ അയാളെ ഒന്ന്. ഞാൻ അണിയിച്ച ഒരു റിംഗ് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ നക്ഷത്രങ്ങളെ സാക്ഷ്യം നിർത്തി അണിയിച്ച മോതിരമാണ് എന്റെ ഈ വിരലിൽ കിടക്കുന്നതെങ്കിൽ നാളെ നിരഞ്ജനെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. ധന്യന്തി